ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അല്പനേരത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വാക്യം യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 31 വാക്യം. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിന് 31. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഇതിലെഴുതിയിരിക്കുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഒരു കഥ ഇപ്രകാരം പറയുന്നുണ്ട്. ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിയിടത്തിൽ നിന്ന് അവനൊരു മുട്ട ലഭിക്കുകയുണ്ടായി. തൻ്റെ അടവച്ചിരിക്കുന്ന കോഴിമുട്ടയുടെ കൂട്ടത്തിൽ ഈ മുട്ടയെ അവർ കൊണ്ടുവച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മുട്ട വിരിഞ്ഞു പുറത്തു വന്നു. അതും കോഴിക്കുഞ്ഞിനെ പോലെ തന്നെ ഉണ്ട്. അങ്ങനെ ഉയരങ്ങളിൽ, ആകാശത്തിൻ്റെ ഉയരങ്ങളിൽ നിന്ന് ഒരു പരുന്ത് താഴേക്ക് നോക്കുമ്പോൾ കുറേ കോഴിക്കുഞ്ഞുങ്ങൾ നിന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ട്, അത് കൊത്തി തിന്നുന്നതായിട്ടൊക്കെ തോന്നി. അങ്ങനെ ഈ പരുന്ത് താഴേക്ക് വരുമ്പോൾ ഒരു കുഞ്ഞിന് മാത്രം ഒരു വ്യത്യാസം കാണാൻ ഇടയായി. ഈ കുഞ്ഞിനെ ഈ പരുന്ത് നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ആ പരുന്തിനെ പോലെ തന്നെ ഉള്ള രൂപസാദൃശ്യമുള്ള ഒരു കുഞ്ഞിന് കാണുവാൻ തക്കോണം ഇടയായി. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് ഈ പരുന്ത് ഇങ്ങനെ പറയുകയുണ്ടായി: നിന്റെ ചിറകൊന്ന് വീശി നീ ഒന്ന് നോക്കൂ. ഓക്കെ, അപ്പം പരുന്ത് ആദ്യം ഈ കുഞ്ഞ് കേട്ടില്ല. രണ്ടാമതൊക്കെ പറഞ്ഞ സമയത്ത് ഈ വലിയ പരുന്ത് ഈ പറയുന്നത് ഈ കുഞ്ഞിത് കേട്ടിട്ട് ഒന്ന് ചിറകൊക്കെ ഒന്ന് വീശി നോക്കിയപ്പം ചിറകിൻ്റെ നീളമൊക്കെ ഭയങ്കരം, അതിന് പറക്കാനായിട്ട്, ചിറക് വീശുമ്പോൾ അത് പറക്കാനായിട്ട് സാധിക്കും. അതിന് പറഞ്ഞ്, നീ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലല്ല നിൽക്കേണ്ടത്, ഉയരങ്ങളിലേക്ക് പറക്കേണ്ടവനാകും. അങ്ങനെ ഈ പരുന്തിൻ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞ് നീ ചിറക് വീശി ഒന്ന് പറക്കാനായിട്ട് പറഞ്ഞപ്പം, ഒന്ന് ചിറക് വീശി ഒന്ന് അടിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഇത് തന്നെ പറക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇത് മേലോട്ട് ആകാശത്തിൻ്റെ മുകളിലേക്ക്, ആകാശത്തിലേക്ക് ഇത് പറന്നുയരുവാനായിട്ട് പോയി. ഇതുപോലെയാണ് ദൈവമക്കൾ. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളുടെ ഇടയിൽ താമസിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ശക്തി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. തീർച്ചയായും നമ്മൾ ആ ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കി, ദൈവത്തിൻ്റെ ആ മഹത്വം നമ്മൾ മനസ്സിലാക്കി, അവൻ്റെ കൃപ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമ്മൾക്ക് ഈ പരുന്തിനെ പോലെ, ഈ കഴുകനെ പോലെ നമുക്ക് ചിറകടിച്ച് മേലോട്ട് കയറുവാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് ആ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ നമുക്ക് പറക്കാൻ കഴിവില്ലാതെ നമ്മൾ താഴെ തന്നെ ഇരിക്കേണ്ടി വരും. വചനത്തിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്ന്, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ നമുക്കൊരു ആത്മീയമായിട്ടുള്ളൊരു ബലം വർദ്ധിക്കും, നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും. നമുക്ക് വേണ്ടി നമ്മുടെ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കി നമുക്ക് വേണ്ടി ചെയ്തേക്കുന്ന നല്ല കാര്യങ്ങളെ ഓർത്താൽ, നമുക്ക് നമ്മുടേതായിട്ടുള്ള പല വീഴ്ചകളുണ്ടായിട്ടും നമ്മളെ താങ്ങി നടത്തുന്ന വലിയ ഒരു കര നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഇന്നിവിടെ നിൽക്കാനായിട്ട് സാധിക്കും.